ഇടയ്ക്ക് ആമിന് ചെന്ന് അടിച്ചു ഉടച്ചിടും. 2-3 കൊല്ലം ഞാൻ തെങ്ങിനെ നനയ്ക്കുകയും വളമിടുകയൊക്കെ ചെയ്തു. ആകാശ നഷ്ടാ. തേങ്ങ അപ്പടി കള്ളന്മാരും കൊണ്ടുപോകും. ശരിക്കും നോക്കിയാ ഒരു കുടുംബം കഴിയാം. അല്ല, ഇനി എന്താ നിശ്ചയിച്ചേക്കണേ? എന്താ? ജീവിക്കണ്ടേ? ദൂരെ എവിടെയെങ്കിലും പോണം പണിക്ക്. എന്താ നാട്ടിപ്പണിക്ക് കുഴപ്പം? ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് കഴിയണ്ടേ? ഇനിയൊന്നും ശരിയാവില്ല. ഈ കാക്കിക്ക് ഇവിടെ പായ വിരിക്കട്ടെ, നല്ല കാറ്റാ പാടത്തുനിന്ന്. വേണ്ട. ഒറ്റയ്ക്ക് ആരില്ലാത്ത ആ വീട്ടിൽ എന്തിനാ കിടക്കണേ? സാരമില്ല. പോണ്ടെന്ന് പറയും ഈ കാക്കനോട്. ഇഷ്ടമുള്ളിടത്ത് കിടക്കട്ടെ. നീ പായ വരിക. ഉറക്കം വരണോ? ആരാടത്? നിക്കളാണ്. കള്ളനാവൻ എന്റെ തെങ്ങുമ്പോ തേങ്ങ മുഴുവൻ ഓന കേക്കണേ. എന്താ കുട്ടി കേക്കണേ? കള്ളം കൊണ്ടുവന്ന തുടങ്ങിയിട്ട് നാളെ കുറയായി. ഏതാണോടാ ഈ പറയണ? നീ മോഷ്ടിച്ചു? ഇത്രയും നാളും നീ ഓപ്പോളെ അമ്മേ ഇങ്ങനെയാ പോറ്റിയത്. ഇതിലും ഭേദം നീ പറഞ്ഞ മാതിരി വിഷം വാങ്ങി കഴിക്കായിരുന്നു. പോട്ടെ, സാരമില്ല. നിൽക്കൂ. ദേവി ഇതാരോടും പറയരുത്. എന്റെ കുട്ടിക്ക് തെറ്റുപറ്റിയതാ. ഇനി ഉണ്ടാവില്ല. നിങ്ങളുടെ നഷ്ടത്തിന് തരാൻ ഇവിടെ ഇതേ ഉള്ളൂ. വിലയുള്ളതായിട്ട്. വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഒന്നും വിചാരിക്കണ്ട, വാങ്ങൂ. അമ്മ അവനകത്തേക്ക് കൊണ്ടുപോകും.
ഏതായാലും വലിയ കഷ്ടമായിപ്പോയി. ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? മാസം 10-200 രൂപയുടെ തേങ്ങ കിട്ടും, വേറെ ഒരു വരുമാനവും. ഒരു കുടുംബം പുലരണ്ടേ? തീരെ ഗതികെടുമ്പോളാ ആ ചെക്കൻ ഈ പണിക്ക് പോണേ. എനിക്കിത് നേരത്തെ അറിയാൻ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഗതികേട് കൊണ്ടല്ലേ. ആ തള്ളയുടെയും മോളുടെയും മുഖ എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കണം. ഓൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ കാണണം വെട്ടിയ ചോരയില്ല. ആ പെൺകുട്ടിയുടെ ഒരു ഗതികേട് ലോകത്ത് ഒരു പെണ്ണിനും ഉണ്ടാവില്ല. പണ്ടെന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുത്തമ്പരക്കിലെ തമ്പ്രാട്ടിക്കുട്ടി ഉള്ളിടത്ത് വിളക്ക് വേണ്ടാന്ന്. ശരി തന്നെയാ അത്. കണ്ട ഓർമ്മയ്ക്കുണ്ട്. ആ ചന്തം കണ്ടിട്ടാ ജാതകവും ചേർച്ചയും നോക്കാണ്ട് പാലക്കാട്ടുകാരനൊരു മാഷ് കല്യാണം ഉറപ്പിച്ചത്. കെട്ടിന് ഗുരുവായൂർക്ക് വരുന്ന വഴി ആലത്തൂർ വെച്ച് കാറിടിച്ച് അങ്ങേര് മരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? പറഞ്ഞു കേട്ടിട്ടുണ്ട്. 8-9 കൊല്ലം മുമ്പല്ലേ? ഞാനന്ന് നിലമ്പൂര് തടിക്കൂപ്പിലാ. ആ കണ്ണീര് ഇപ്പോഴും തോർന്നിട്ടില്ല. ആലോചനയും കൊണ്ട് ആരെങ്കിലും വന്നാ അപ്പം മുടക്കും ഇവിടെ ചില ചെറ്റകള്. ഇപ്പൊ ചിലര് പറയണേ നമ്മുടെ മംഗലത്ത് മേന അവിടെ ചെലവ് നടത്തണേന്നാ. ഒക്കെ നുണയാ. അങ്ങേർക്ക് ആശ ഉണ്ടായിരിക്കും, പക്ഷെ ആ പെൺകുട്ടി ഒരു പച്ച പാവ. തൊള്ള ഉറക്കണ്ട, ദാ വരണു. ഓപ്പളെ എന്തേ? അതിനി നിന്റെ കയ്യിലിരിക്കട്ടെ. ഇനി ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ബുദ്ധിമോശം കാണിക്കണ്ട. ഇല്ല ഓപ്പളെ, രമേശൻ ഒരിക്കലും ഇനി ഇതുപോലൊന്നും ചെയ്യില്ല. ഓപ്പളാണ് സത്യം. ഓപ്പൾ ഇതിടണം. ഓപ്പള് തീരുമാനിച്ചു കഴിഞ്ഞു. വേണ്ടെന്ന്. നീ വിഷമിക്കണ്ട. ഓപ്പൾക്ക് എന്തിനാ പൊന്നെ? എന്നെ ശിക്ഷിക്കരുത്, എന്നെങ്ങനെ ശിക്ഷിക്കരുത് ഓപ്പളെ, ശിക്ഷിക്കരുത്. എന്താ ഇവിടെ? ഇപ്പോഴും കഴിഞ്ഞില്ലേ ഇത്? ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞു. ഇനി അവൻ ഒരു തെറ്റും ചെയ്യില്ല. രമേശ, എവിടെ മാല? തരൂ. ഓപ്പള് വാങ്ങി. സമാധാനായില്ലേ? പക്ഷെ ഇത് അണിയണത് ഓപ്പൾക്ക് തോന്നുമ്പോഴായിരിക്കും. ചെല്ലേ, പെൺകുട്ടികളെ പോലെ കരയാണ്ട് ചെന്ന് കുളിച്ച് മോടുണ്ടാക്കി വേഗം വാ. എന്നിട്ട് വേണം ഓപ്പൾക്ക് മനസ്സറിഞ്ഞൊന്ന് ചിരിക്കാൻ. എന്ത് വൃത്തിയേടാണിത്? പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്താണ് നോക്കി നിൽക്കുന്നത്. ഞാൻ വെറുതെ ഇവിടെ ഒന്ന് ഇരുന്നല്ലേ ഉള്ളൂ. പോണുണ്ടോ അവിടുന്ന്? ഇല്ല, സേതുലക്ഷ്മി കുളിച്ച് കേറിയിട്ടേ ഞാൻ പോണുള്ളൂ. ഞാൻ അമ്മയെ വിളിക്കും. അമ്മേ,
അമ്മേ, ഞാൻ വീട് മുഴുവൻ കയറി നോക്കിട്ടാ പറഞ്ഞേ, അവിടെ ആരുമില്ല. ഞാൻ ഒച്ച വയ്ക്കും. വെച്ചോളൂ, ഈ കൃഷ്ണമേനോട് ഒരു പ്രശ്നമില്ല. ഈശ്വരാ, ദേവി ഇതൊന്ന് പോകൂ. 3-4 കൊല്ലായി ഞാൻ നിന്റെ പിന്നാലെ നടക്കണു. നിന്നെ ഒന്ന് ശരിക്ക് കാണുകയെങ്കിലും ചെയ്യട്ടെ. ഹായ്, എന്താ സേലസ്വേ കൃഷ്ണമേനെ ഇവിടെ പറ്റിക്ക തുടിക്കള്. തുടിച്ചോളൂ, തുടിച്ചോളൂ. തീർത്ത് തുടിക്ക. പെണ്ണുങ്ങളെ കണ്ട തുടിക്കള കാണാൻ രസാണ്. ഈശ്വരാ, നിനക്ക് ഈ ജന്മത്തിൽ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. നിന്റെ ഭാര്യയുടെ ബന്ധുക്കളായതുകൊണ്ട് ആരും ഒട്ടും സംശയിക്കുകയില്ല. ഇപ്പൊ തന്നെ ദേ നിന്റെ അനിയൻ ചെക്കന് ബാങ്കിലെ ഒരു പ്യൂണിന്റെ ജോലി ശരിയാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാം നിന്നെ കണ്ടിട്ടാ. നിന്നെ കുടുംബത്തെ ഞാൻ രക്ഷിക്കാം. എനിക്ക് രക്ഷ വേണ്ട. എന്റെ കുടുംബം നിങ്ങൾ രക്ഷിക്കണ്ട. വേണ്ട, പക്ഷേ ഞാൻ ഇത്രയും മോഹിച്ചിട്ട്. എന്റെ സേതുലക്ഷ്മി, നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്ത് നടക്കാത്തപ്പോ ഇത് രാത്രിയിൽ ഞാൻ വരാം. അടുക്കളയുടെ വാതിൽ തുറന്നിട്ടാ മതി, ആരും അറിയില്ല. എന്താണ് എന്തേ വിടണ പറ്റി? ആരുടെ നീ? ഒച്ച ഉണ്ടാക്കിയ കഴുത്തിയാണ്ടിരിക്കും. തെണ്ടിത്തരമല്ലേ സാറേ ഇത്? പെണ്ണുങ്ങൾ കുളിക്കാണ്ട് തോന്നി ചേറ്റത്തരം. അല്ല, ഞങ്ങള് കുടുംബക്കാരാ. ഞങ്ങള് പലയിടത്തിരുന്ന് വർത്താനം പറയും. അതിന്റെ ഇടയിൽ എങ്ങനെ വന്ന് ചോദിക്കാൻ താനാരാ? മണി നേരമായി ഞാൻ കേക്കണ കുടുംബക്കാരുടെ വർത്താനം. ചെന്നായ്ക്കൾ മാങ്കുട്ടി ഓടിച്ച് വെള്ളത്തി ഇറക്കിയ പോലെ. നീ നിന്ന് ഞെളിയാണ്ട് പോ സാറേ, അല്ലെ തൊലിയാൻ ഊരിയേ വിടൂ. എടാ, മംഗലത്തെ കൃഷ്ണമേനെ നീ നോവിച്ച് ചെവിയിൽ തുള്ളിക്കോ. കണ്ടോളാടാ. കളിക്ക്. അയ്യോ, മേൻ എപ്പോഴാ വന്നത്? വന്നേ ഉള്ളൂ. വന്ന സമയം ശരിയല്ല. പോയിട്ടൊരു കാര്യമുണ്ട്, പിന്നെ വരാം. രമേശിന്റെ കാര്യം ഓർമ്മയുണ്ട്, മറന്നിട്ടില്ല. ലക്ഷ്മിയെ, എന്താ വേണ്ടത് നിങ്ങൾക്ക്? പിന്നെ രമേശൻ? ഇല്ല, ഞാനിവിടെ നേരിട്ട് ഒരു കാര്യം പറയാനാ വന്നേ. അന്നേക്കൊരു തെറ്റുപറ്റി, അത് ഓർക്കണം. തെറ്റ് എന്റെ കുട്ടിയല്ലേ ചെയ്തത്, നിങ്ങളല്ലല്ലോ. പക്ഷേങ്കില് ഒരു ചെറിയ കാര്യത്തിന് രാത്രി കുടുംബത്തേറി ഓനെ തല്ലിയതും ഒച്ചയും വഴക്കുണ്ടാക്കിയതും വലിയ തെറ്റായിപ്പോയി. വിവരങ്ങളുണ്ടാ, ഓർക്കണം. ഓനോടും പറയണം. അത് കഴിഞ്ഞല്ലോ, സാരല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. എന്താ നിങ്ങളുടെ പേര്? ബാപ്പുട്ടി, മാഞ്ഞാലിക്ക് അബ്ദുള്ളയുടെ മോനാ. നിങ്ങളുടെ ആരാ ജയിലിൽ പോയത്? അത് ഞാൻ തന്നെയാ. ഞാൻ പോണം. ഇടിക്കാനല്ലേ കല്ലെടുത്തത്? ഇടിച്ചോ, കയ്യും കെട്ടിന്ന് തരാം. ആ കടം വീടിക്കോട്ടെ. ആ തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവെക്കും. കഷ്ടപ്പെട്ട് കയറി ഇട്ടതല്ലേ. ഒന്ന് മുണ്ടെന്തേലും. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി അമ്മയും പെങ്ങളെ കണ്ടിട്ടാ വരണേ. എന്നെ കളിയാക്കണം നിങ്ങൾ? നിങ്ങളെ കളിയാക്കി? ഏയ്, നിങ്ങളേക്ക് ഇഷ്ടാ. നിങ്ങളുടെ കഥയൊക്കെ അറിഞ്ഞപ്പോ പണ്ട് നിങ്ങളെപ്പോലെ ഞാനും വിചാരിച്ചിരുന്നു
കണ്ടവരുടെ മുതൽ കെട്ടിട്ടെങ്കിലും ഉമ്മയും പെങ്ങളെയും പോറ്റണമെന്ന്. പക്ഷേങ്കിൽ ഞാൻ കട്ടില്ല. പഠിപ്പ് നിർത്തിയിട്ട് പണിയെടുത്ത്. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയെടുത്തൂടെ? എന്ത് പണി? എന്തു പണി? കായ ഇട്ടണ എന്തും. ഒന്നും ശീലിച്ചില്ല. പ്രീ ഡിഗ്രി വരെ പഠിച്ചാ തെറ്റായത്. പിന്നെ പുത്തുമറിൽ നാണിയമ്മയ്ക്ക് ജനിച്ചതും ഇല്ലാത്ത അന്തസ്സും ഉത്തരവാദിത്വവും. അതൊന്നും ഒരു തെറ്റല്ല. നിങ്ങൾക്ക് ഇൻഡൂടെ വരാമോ? പണി ഞാൻ പഠിപ്പിക്കാം. പണിയെടുത്ത് കായ ഉണ്ടാക്കി അമ്മയും പെങ്ങളെയും പോരണ അന്തസ് കട്ടാക്കി കിട്ടൂല. നിങ്ങൾ വരാൻ തയ്യാറുണ്ടാ? വരാം.